നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ എംഒ റോഡിലെ 4 നില കെട്ടിടത്തിന്റെ മേൽക്കൂര റോഡിൽ വീണു. റോഡിൽ വാഹനങ്ങളും ജനങ്ങളും ഇല്ലാതിരുന്നത് ദുരന്തം ഒഴിവാക്കി. കല്ലമ്പാറ കനാൽ പാലം നിർമ്മാണ ഉദ്ഘാടനം സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. കേരള കാർഷിക സർവകലാശാല ഫാം വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനം PMS സംസ്ഥാന പ്രസിഡന്റ് ശിവതി സുദർശൻ ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ പഞ്ചായത്ത് കുരിശുമൂല കല്യാണ മണ്ഡപത്തിൽ നടത്തിയ പരിപാടികൾ സ്ത്രീകൾക്ക് മെൻസ്ട്രൽ കപ്പ് വിതരണം നടത്തി. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ ദിവസം വൈകിട്ട് കനത്ത മഴയിലും കാറ്റിലും തൃശൂരിൽ നടു റോഡിലേക്ക് കൂറ്റൻ ഇരുമ്പുമേൽക്കൂര തകർന്നു വീണു. മുനിസിപ്പൽ ഓഫീസ് റോഡിലെ 4 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്നാണ് ഏറെ വാഹനത്തിരക്കുള്ള എംഒ റോഡിലേക്ക് മേൽക്കൂര വീണത്. കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കെട്ടിടം. റോഡിൽ വാഹനങ്ങൾ കുറവായതിനാൽ വലിയ ദുരന്തമൊഴിവായി. കനത്ത മഴയെ തുടർന്ന് ആളുകളും വാഹനങ്ങളും ഉണ്ടായിരുന്നില്ല. അപകടത്തെ തുടർന്ന് എംഒ റോഡിൽ ഏറെ നേരം ഗതാഗത തടസ്സം നേരിട്ടു. വലിയ ജനത്തിരക്കും ഗതാഗത തിരക്കും അനുഭവപ്പെടുന്ന സ്ഥലത്താണ് അപകടം നടന്നത്. കല്ലമ്പാറ കനാൽ പാലം നിർമ്മാണ ഉദ്ഘാടനം വടക്കാഞ്ചേരി MLA ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 45.5 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിക്കുന്ന തെക്കുംകര പഞ്ചായത്തിലെ കല്ലമ്പാറ കനാൽ പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം സേവ്യർ ചിറ്റിലപ്പള്ളി MLA നിർവഹിച്ചു. 10ാം കല്ല് മംഗലം കല്ലമ്പാറ തച്ചങ്കുഴി റോഡിൽ വാഴാനി ഇറിഗേഷൻ പ്രോജക്ടിന്റെ ഭാഗമായി കല്ലമ്പാറയിൽ നിർമ്മിച്ച കനാലിന് കുറുകെ പാലം കാലപ്പഴക്കം മൂലം ബലക്ഷയം നേരിട്ടിരുന്നു. സേവ്യർ ചിറ്റിലപ്പള്ളി MLAയുടെ ആസ്തി വികസന ഫണ്ട് 45.51 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് 9 മീറ്റർ വീതിയിൽ പുനർനിർമ്മിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പ് നിരത്ത് വിഭാഗത്തിനാണ് നിർവഹണ ചുമതല. 100 മീറ്റർ നീളത്തിൽ കാന നിർമ്മാണം, 75 മീറ്റർ സൈഡ് കെട്ടി സംരക്ഷിക്കുന്ന പ്രവൃത്തിയും ഉൾപ്പെടുത്തി. റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായി 12 കോടി രൂപ ചിലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച കുറാഞ്ചേരി നായരങ്ങാടി കല്ലമ്പാറ റോഡിനോട് ചേർന്നാണ് വീതിയേറിയ കനാൽ പാലം. കല്ലമ്പാറ തച്ചംകുഴി റോഡ് BMNBC നിലവാരത്തിൽ നിർമ്മിക്കുന്ന പ്രവൃത്തിയും ബജറ്റിൽ ഇടം പിടിച്ചു. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ, ഗ്രാമപഞ്ചായത്ത് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VC സജീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. വടക്കാഞ്ചേരി പൊതുമരാമത്ത് വകുപ്പ് റോഡുകൾ വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ വിനീത് PN റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ VS ഷാജു സ്വാഗതവും S ഷെയ്ഖ് അഹമ്മദ് നന്ദിയും അറിയിച്ചു. ഇന്ന് നല്ല മഴയാണ്. നമ്മൾ ഉദ്ഘാടനം ആലോചിച്ചത് വളരെ അടുത്ത ദിവസങ്ങളിലാണ്. നേരത്തെ പറഞ്ഞ പോലെ പാലം പൊളിക്കുന്നതിന് മുമ്പ് ഉദ്ഘാടനം എന്ന് നിർദ്ദേശിച്ചിരുന്നു. അല്ല, നമുക്ക് ഏത് സമയത്തും നിർമ്മാണ ഉദ്ഘാടനം നടത്താമല്ലോ. അപ്പൊ വളരെ വേഗത്തില് ഈ നിർമ്മാണ പ്രവർത്തനം തീർക്കണം. നേരത്തെ ചോദിച്ചില്ല, ഇത് 6 മാസമാണ് ഇതിന്റെ സമയപരിധി പറഞ്ഞിട്ടുള്ളത്. പക്ഷെ 6 മാസം എന്നത് കുറച്ച് അല്ലേ ദീർഘമായ സമയമാവാതെ അവർക്ക് അത് സമയമുണ്ടെങ്കിലും പുതിയ ഒരു കരാറുകാരനാണ് അദ്ദേഹം. അത് പരമാവധി വേഗത്തിൽ അല്ലെ അത് 3 മാസത്തിൽ ഒതുക്കി അല്ലെ വളരെ വേഗത്തിൽ ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്നേ ദിവസം തന്നെ പെട്ടെന്ന് നമ്മൾ ഇതിന്റെ ഉദ്ഘാടന പരിപാടി തീരുമാനിച്ചത്. നമുക്കറിയാം, നിർമ്മാണ ഉദ്ഘാടനമാണിത് അല്ലെ. വളരെ സന്തോഷകരവും ആഹ്ലാദകരവുമായി നിർമ്മാണം കഴിഞ്ഞ് ഉള്ള ഉദ്ഘാടനം കൂടി നിലവിലുള്ള നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണാധികാരികളെ വെച്ച് തന്നെ ചെയ്യണം എന്ന ആഗ്രഹം കൂടി ഇത് വളരെ വേഗത്തിലാക്കണം എന്ന ഉദ്ദേശത്തിന് പിന്നെ അവരുടെ കൂടി വലിയ പിന്തുണ നിൽക്കുന്നുണ്ട്. MLA ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തോലുകുളത്തിന്റെ പ്രവൃത്തി ഏകദേശം ഇത്ര തന്നെ തുക വിനിയോഗിച്ചുകൊണ്ട് ഒരു വശത്ത് നടന്നു വരികയാണ്. 2025-26 വിദ്യാർത്ഥികളുടെ ബസ് കൺസെഷനുമായി ബന്ധപ്പെട്ട് അവലോകന യോഗം നടന്നു. ബസ് ജീവനക്കാർ വിദ്യാർത്ഥികളോട് നല്ല രീതിയിൽ പെരുമാറണമെന്ന് കളക്ടർ പറഞ്ഞു. വിദ്യാലയങ്ങൾ വേനൽ അവധിക്ക് ശേഷം തുറക്കുന്നതിന് മുൻപായി എല്ലാ പോലീസ് സ്റ്റേഷൻ പരിധികളിലും പോലീസ് RTO ഉദ്യോഗസ്ഥർ, ബസ് ഉടമകളുടെ സംഘടനാ പ്രതിനിധികൾ, വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മേധാവികൾ എന്നിവർ പങ്കെടുക്കുന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ചേരണം. റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ജയകുമാർ, പോലീസ് RTO ഉദ്യോഗസ്ഥർ, ബസ് ഉടമകളുടെ സംഘടനാ പ്രതിനിധികൾ,
വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മേധാവികൾ, വിദ്യാഭ്യാസ വകുപ്പ് പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. തൃശൂർ കോർപ്പറേഷൻ ഓഫീസിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കോർപ്പറേഷൻ വക കെട്ടിടത്തിൽ നിന്ന് 1800 സ്ക്വയർ ഫീറ്റിൽ വലുപ്പത്തിലുള്ള ഷീറ്റ് എംഒ റോഡിൽ പതിച്ചത് തൃശൂർ കോർപ്പറേഷൻ ഭരണ നേതൃത്വത്തിന്റെയും ഉദ്യോഗസ്ഥരുടെയും കെടുകാര്യസ്ഥത കൊണ്ടാണെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ. ഏറ്റവും തിരക്കേറിയ റോഡിലേക്ക് വലിയ ഭാരമുള്ള ഷീറ്റ് തകർന്നു വീണ് ഒരാൾക്ക് പോലും പോറലേൽക്കാതെ രക്ഷപ്പെട്ടത് വടക്കുന്നാഥന്റെ കടാക്ഷം കൊണ്ടായിരിക്കാം. ഏപ്രിൽ 23-നുണ്ടായ കാറ്റിലും മഴയിലും ഈ ഷീറ്റ് കോൺക്രീറ്റും വെൽഡിംഗും വിട്ട് കോർപ്പറേഷന്റെ മുകളിൽ വീഴാൻ നിൽക്കുന്ന അവസ്ഥയിലാണെന്ന് ഫോട്ടോ സഹിതം വ്യാപാരികളും ജനങ്ങളും പരാതി പറഞ്ഞിട്ടും 1 മാസം തികയുന്ന മെയ് 23-നുണ്ടായ കാറ്റിൽ റോഡിലേക്ക് നിലം പതിക്കുന്നത് വരെ ഭരണ നേതൃത്വമോ ഉദ്യോഗസ്ഥരോ തിരിഞ്ഞു നോക്കിയില്ല. ഈ കെട്ടിടത്തിലാണ് കോർപ്പറേഷന്റെ ആരോഗ്യ വിഭാഗം ഓഫീസ് പ്രവർത്തിക്കുന്നത്. വീഴ്ച പറ്റിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ചർച്ച ചെയ്യാൻ അടിയന്തര കൌൺസിൽ വിളിച്ചു ചേർക്കണമെന്നും പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ ആവശ്യപ്പെട്ടു. തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ അകമല വടക്കാഞ്ചേരി ബ്ലോക്ക് ഓഫീസിന് സമീപം പാതയോരത്തെ വാഗമരവും പൂമരവും ശക്തമായ മഴയിൽ ഒടിഞ്ഞ് റോഡിന് കുറുകെ വീണു. മറുവശത്ത് പാർക്ക് ചെയ്ത ലോറിയുടെ മുകളിലേക്കും ഓടിക്കൊണ്ടിരുന്ന സ്കൂട്ടിക്ക് മുകളിലേക്കും വീണ് റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട് കിടന്നു. സേന ചെയിൻസോ ഉപയോഗിച്ചാണ് മുറിച്ചു മാറ്റിയത്. സ്കൂട്ടർ ഓടിച്ച വൈഷ്ണവന് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സ്റ്റേഷൻ ഓഫീസർ മധു, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കലേഷ് കുമാർ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ മുകേഷ്, ഷിബു, സുധീഷ്, ആകാശ്, ഹോംഗാർഡ് ശിവപ്രസാദ് എന്നിവർ പങ്കെടുത്തു. നാഷണൽ ലീഗ് ഭരണഘടനാ സംരക്ഷണ ജാഥയ്ക്ക് 26-ന് തുടക്കം. ഭരണഘടനയെ സംരക്ഷിക്കുക. നാഷണൽ ലീഗ് തൃശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ജില്ലാതല വാഹന പ്രചരണ ജാഥ തിരുവല്ലോമലയിൽ നിന്നും മെയ് 26-ന് തുടങ്ങും. ജനറൽ സെക്രട്ടറി ഷാജി പള്ളമാണ് ജാഥ ക്യാപ്റ്റൻ. സംസ്ഥാന പ്രസിഡന്റ് AP അബ്ദുൾ വഹാബ് ഫ്ളാഗ് ഓഫ് ചെയ്യും. ജില്ലയിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലൂടെയും സഞ്ചരിച്ച് 29-ന് തൃശൂരിൽ സമാപിക്കും. വാർത്താ സമ്മേളനത്തിൽ സയ്യിദ് ഷബീസ് ഹൈദ്രോസി തങ്ങൾ, ജെയിംസ് കാഞ്ഞിരത്തിങ്കൽ, നസറുദ്ദീൻ മജീദ് എന്നിവർ പങ്കെടുത്തു. തൃശൂർ എംഒ റോഡിൽ കോർപ്പറേഷൻ ഓഫീസിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിലെ ട്രസ് മേൽക്കൂര തകർന്നു വീണതിന്റെ ഉത്തരവാദിത്വം മേയർക്കും കൂടി ഉള്ളതാണ്. 2000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വലുപ്പമുള്ള മേൽക്കൂരയാണ് നിലം പതിച്ചത്. മഹാഭാഗ്യം കൊണ്ടായിരിക്കാം ജീവാപായം ഉണ്ടാകാതിരുന്നത്. തൃശൂർ കോർപ്പറേഷന്റെ വികസന തള്ളലിന്റെ മുഖം മൂടിയാണ് ഒരൊറ്റ മഴയിൽ തകർന്നു വീണത്. ഭരണ നേതൃത്വത്തിന്റെയും ഉദ്യോഗസ്ഥരുടെയും പിടിപ്പുകേടും ഉത്തരവാദിത്വം നിറവേറ്റാതിരുന്നതുമാണ് അപകട കാരണമെന്ന് BJP വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് സി മേനോൻ കുറ്റപ്പെടുത്തി. ഏറ്റവും തിരക്കേറിയ റോഡിൽ കോർപ്പറേഷൻ ഓഫീസിനോടടുത്തുള്ള സ്വന്തം കെട്ടിടത്തിൽ ഇത്തരമൊരു സംഭവം നടക്കുന്നത് നിസ്സാര കാര്യമല്ല. ഉത്തരവാദികൾക്ക് കൈകഴുകി മാറി നിൽക്കാനാകില്ല. മണ്ഡലം പ്രസിഡന്റ് രഘു സി മേനോൻ പറഞ്ഞു. ഏപ്രിൽ 23-നുണ്ടായ കാറ്റിലും മഴയിലും തകർന്നു വീണ മേൽക്കൂര അപകടാവസ്ഥയിലായിരുന്നു. അപകടമുണ്ടാക്കുന്ന ഈ കാര്യം വിധിക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു മേയറും LDF ഭരണസമിതിയും. റൂഫ് പൊളിച്ചു മാറ്റാനോ ബലപ്പെടുത്താനോ തയ്യാറായില്ല എന്നും രഘുനാഥ് സി മേനോൻ പറഞ്ഞു. കേരളത്തിൽ തൊഴിലാളികൾക്കായി ആദ്യം ശബ്ദമുയർത്തിയത് ശ്രീനാരായണ ഗുരു എന്ന BMS. സംഘടിച്ച് ശക്തരാകാൻ ആവശ്യപ്പെട്ടത് ഗുരുദേവനാണ്. കേരള കാർഷിക സർവകലാശാല ഫാം വർക്കേഴ്സ് സംസ്ഥാന സമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു BMS സംസ്ഥാന പ്രസിഡന്റ് ശിവജി സുദർശൻ. ഉള്ളവന്റെയും ഇല്ലാത്തവന്റെയും അന്തരം പറഞ്ഞും തൊഴിലാളി വർഗത്തിന്റെ പേരിൽ അധികാരം നേടിയവർ തൊഴിലാളികൾക്ക് സമ്മാനിച്ചത് കടുത്ത ദാരിദ്ര്യമാണ്. കേരളത്തിലെ സ്ഥിതി സമാനമാണെന്നും സമസ്ത തൊഴിൽ മേഖലകളിലും പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോകുന്നതെന്നും വിലക്കയറ്റം തടഞ്ഞു നിർത്താൻ സർക്കാരിനാകുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കേരള കാർഷിക സർവകലാശാലയിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല. കേരളം ഭരിക്കുന്ന തൊഴിലാളി സർക്കാരിന്റെ ഉത്തരവിലൂടെ വിവിധ തസ്തികകളിലായി 213ഓളം തസ്തികകൾ ഇടതുപക്ഷ സർക്കാർ സർവകലാശാലയിൽ വെട്ടിക്കുറച്ചിരിക്കുകയാണ്. പ്രസവാവധിയിൽ തൊഴിലാളി സ്ത്രീകൾ നേരിട്ടിരുന്ന വിവേചനം, തൊഴിലാളികളുടെ സേവന വ്യവസ്ഥകൾക്ക് ഏകീകരണം കൈവരിക്കുന്നതിനുള്ള കൈപ്പുസ്തക രൂപീകരണം, പതിറ്റാണ്ടുകളായി മുടങ്ങിക്കിടന്ന തൊഴിലാളികളുടെ അംഗസംഖ്യ പുനർനിർണ്ണയിക്കുന്നതിനുള്ള നടപടികൾ, ചിലതൊക്കെ മറനീക്കി പുറത്തു കൊണ്ടുവരുന്നതിനും പ്രേരക ശക്തിയായത് വർക്കേഴ്സ് സംഘാണെന്നത് തർക്കമറ്റ വസ്തുതയാണെന്ന് അദ്ദേഹം പറഞ്ഞു. സമ്മേളനത്തിന് ജനറൽ സെക്രട്ടറി ബിജു P സ്വാഗതം ആശംസിച്ചു. സംസ്ഥാന സമിതി അംഗമായ K ജയകുമാർ അധ്യക്ഷനായി. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് സംഘ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ശങ്കരപിള്ള ആമുഖ പ്രഭാഷണം നടത്തി. BMS തൃശൂർ ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം, ജനറൽ കൌൺസിൽ അംഗം ഹരി സി നരേന്ദ്രൻ, സീനിയർ സിറ്റിസൺ സംസ്ഥാന ജനറൽ സെക്രട്ടറി KV അച്യുതൻ തുടങ്ങിയവരും സംസാരിച്ചു. പുതിയ ജനറൽ സെക്രട്ടറിയായി പ്രശാന്ത് സമ്മേളനത്തിലെത്തിയവർക്ക് നന്ദി അറിയിച്ചു. കാർഷിക സർവകലാശാല ഫാം വർക്കേഴ്സ് സംഘ് സംസ്ഥാന സമിതി അംഗം പങ്കെടുത്തിരുന്നു.
അവൻ ഒരു നേരത്തെ ഭക്ഷണം ചൊവ്വേ കഴിക്കാൻ നിവൃത്തിയില്ലാത്തവനെ നമ്മൾ നോക്കുമ്പോഴാണ് 3 നേരം ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നത്. നമ്മൾ എത്രയോ മുകളിലാണെന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. പക്ഷേ നമ്മുടെ സംഘടന നമ്മളോട് പറയുന്നത് നമ്മളെ കുറിച്ച് മാത്രം ചിന്തിക്കാനില്ല. നമ്മളെ കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ സ്വാർത്ഥതയാണ്. നമ്മളെ കുറിച്ച് മാത്രം ചിന്തിക്കാൻ പാടില്ല, മറിച്ചോ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കണം. അതാണ് BMS പഠിപ്പിക്കുന്നത്. അതാണ് BMSന്റെ കുടുംബ സങ്കല്പം. നമ്മളൊരു കുടുംബമാണ്. ആ കുടുംബത്തിൽ നമ്മൾ ഒരുമിച്ച് സന്തോഷം, സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും എന്ത് വേണം? ഒരുമിച്ച് അനുഭവിക്കണം. ദുഃഖം വന്നാൽ ഞങ്ങളില്ല, സുഖമാണെങ്കിൽ ഞങ്ങളുണ്ട്. ഇതല്ല കുടുംബ സങ്കല്പം എന്ന് പറയുമ്പോൾ. ആ കുടുംബത്തിലെ എല്ലാ സുഖത്തിലും ദുഃഖത്തിലും ഒരുമിച്ച് നിൽക്കുന്ന ഒരു തൊഴിലാളി സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ളതാണ് BMSന്റെ ദൗത്യം. അപ്പോ നിങ്ങൾ ചേർന്നിട്ടുള്ളത് ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയിലാണ്. അതുപോലെ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, നിങ്ങൾ ചേർന്നിട്ടുള്ള കുടുംബത്തില് മറ്റാരൊക്കെയാണ്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ രാഷ്ട്രപതി, ഇന്ത്യയുടെ ലോക്സഭാ സ്പീക്കർ, ഉപരാഷ്ട്രപതി, 10-20 സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഒരു പാർട്ടി, 2000 പല MLA-മാര്, ഏതാണ്ട് 300 പല രാജ്യസഭാ മെമ്പർമാരും MP-മാരും. അങ്ങനെ മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടാ? മൂട്ടിയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. പീച്ചി കണ്ണാറയിൽ മരം കടപുഴകി വീണ് റോഡരികിൽ നിർത്തിയിട്ട ഓട്ടോറിക്ഷ തകർന്നു. കണ്ണാറ ചോരക്കുന്ന് സ്വദേശി വീണമാലിൽ ബൈജുവിന്റെ ഓട്ടോറിക്ഷയാണ് തകർന്നത്. ശനിയാഴ്ച രാവിലെ 10 മണിയോടെയാണ് സംഭവം. വീടിനു സമീപം റോഡരികിൽ നിർത്തിയിട്ട ഓട്ടോയ്ക്ക് മുകളിലേക്കാണ് മരം വീണത്. വാഹനത്തിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു. തപസ്യ കലാസാഹിത്യവേദിയുടെ ഈ വർഷത്തെ മാടമ്പ് കുഞ്ഞുകുട്ടൻ സ്മാരക പുരസ്കാരം പ്രശസ്ത സാഹിത്യ നിരൂപകൻ ആശ മേനോന് മലയാള ഭാഷാ സാഹിത്യ പഠനത്തിന് നൽകിയ സംഭാവനകൾ മുൻനിർത്തി 25,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം സമ്മാനിക്കും. ജൂൺ 6-ന് സാഹിത്യ അക്കാദമി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ഡോക്ടർ SK വസന്തനാണ് പുരസ്കാരം സമ്മാനിക്കുക. ഡോക്ടർ P ശിവപ്രസാദ്, P ബാലകൃഷ്ണൻ, പ്രൊഫസർ PG ഹരിദാസ് എന്നിവരടങ്ങുന്ന ജൂറിയാണ് നിർണയം നടത്തുന്നത്. മലയാള ഭാഷയുടെയും സാഹിത്യത്തിന്റെയും വളർച്ചയ്ക്കും വികാസത്തിനും ആശ മേനോന്റെ വിമർശന പാഠങ്ങൾ സംഭാവന നൽകിയിട്ടുണ്ടെന്ന് ജൂറി വിലയിരുത്തി. അക്കാദമികവും സാഹിത്യപരവുമായ നിരീക്ഷണ പാഠവുമാണ് ആശ മേനോന്റെ രചനകൾക്കുള്ളത്. 4ാമത് മാടമ്പ് സ്മാരക പുരസ്കാരമാണ് സമ്മാനിക്കുന്നത്. സുരേഷ് ഗോപി, ജയരാജ്, ശ്രീനിവാസൻ എന്നിവർക്ക് മുൻപ് നൽകിയിട്ടുണ്ട്.
തപസ്യ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പ്രൊഫസർ പി ജി ഹരിദാസ്, സെക്രട്ടറി ടി എസ് നീലാംബരൻ, ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ടി പി സുധാകരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പുത്തൂർ പഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതി പ്രകാരം സ്ത്രീകൾക്കായി മെൻസ്ട്രൽ കപ്പ് വിതരണം നടത്തി. പുത്തൂർ കുരിശുമൂല കല്യാണ മണ്ഡപത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നളിനി വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് സി കെ, മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ അനു ജോസ്, പഞ്ചായത്ത് അംഗം ധന്യ ബിജു എന്നിവർ സംസാരിച്ചു. മെൻസ്ട്രൽ കപ്പിന്റെ ഉപയോഗത്തെക്കുറിച്ച് ഡോക്ടർ നിവ്യ ക്ലാസ് എടുത്തു. നമുക്കറിയാം നമ്മുടെ സ്ത്രീകളുടേതായ ഈ പീരിയഡ് സമയത്ത് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. ഇപ്പോൾ ആദ്യമൊക്കെ ഒരു 15 വയസ്സ് കഴിഞ്ഞാലാണ്, അല്ലെങ്കിൽ ഒരു 12 വയസ്സൊക്കെ കഴിയുമ്പോഴാണ് പീരിയഡ്സിലോട്ട് കുട്ടികൾ എത്തുക. ഇപ്പോൾ നമ്മുടെ ഭക്ഷണശീലിയുടെയും ജീവിതശൈലത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒരു 10 വയസ്സ് കഴിയുമ്പോൾ തന്നെ അവർ പീരിയഡ്സിലോട്ട് കടക്കുകയാണ്. അവർക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാടില്ല. നമ്മളിപ്പോൾ പണ്ടത്തെ ആളുകൾ ഇപ്പോൾ നല്ല ഏച്ചിയൊക്കെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറയും പേടൊന്നും ഉപയോഗിക്കാൻ പാടില്ല, തുണിയൊക്കെ വേണമെന്ന് പറഞ്ഞ്. അപ്പം അത് കുട്ടികൾക്ക് ഉണ്ടായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, നമ്മളായാലും അത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടൊക്കെ മാറി ഏറ്റവും അനുയോജ്യമായിട്ട് നമുക്ക് ഇന്നിപ്പോൾ ഉപയോഗിക്കാവുന്ന ഒരു നമ്മുടെ ഒരു എക്യുപ്മെൻ്റാണ് മെൻസ്ട്രൽ കപ്പ് എന്നുള്ളത്. അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഓരോരുത്തരും അനുഭവത്തിൽ നിന്നാണല്ലോ പറയാം. അതേപോലെ തന്നെ ഞാനും ഫസ്റ്റ് പൊന്നൂക്കര സർവോദയം സ്കൂളിന് സമീപത്തെ റോഡിലെ വെള്ളക്കെട്ട് യാത്രക്കാർക്ക് ദുരിതമാകുന്നു. ചാറ്റൽ മഴ പെയ്താൽ പിന്നെ വെള്ളക്കെട്ടാണ്. മഴവെള്ളം ഒഴുകിപ്പോകാൻ കാന ഇല്ലാത്തതാണ് കാരണം. തൃക്കൂർ പഞ്ചായത്തിന്റെ 3, 6 വാർഡുകൾ ഉൾപ്പെട്ട ഈ പ്രശ്നം നിരവധി തവണ ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടും നടപടിയില്ല. റോഡ് പുനർനിർമ്മാണം നടക്കുന്ന സമയം നാട്ടുകാർ വെള്ളക്കെട്ടുണ്ടാകുമെന്ന് മുൻകൂട്ടി ചൂണ്ടിക്കാണിച്ചു. ആരും കണ്ടഭാവം നടിച്ചില്ല. സ്ഥലപരിചയമില്ലാതെ വരുന്ന ഇരുചക്ര വാഹനങ്ങൾ തെന്നി വീഴുന്നത് പതിവാണ്. സമീപത്തെ ട്യൂഷൻ സെന്ററിൽ എത്തുന്ന വിദ്യാർത്ഥികളുടെയും കാൽനട യാത്രക്കാരുടെയും ദേഹത്തേക്ക് ചെളിവെള്ളം തെറിക്കുന്നതും സ്ഥിരം കാഴ്ച. എത്രയും വേഗം റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ബന്ധപ്പെട്ടവർ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ നാട്ടുകാർ ആവശ്യപ്പെട്ടു. വെട്ടിക്കലിൽ ലോറി അപകടം. ഡിവൈഡറിലേക്ക് ലോറി ഇടിച്ചുകയറി. പട്ടിക്കാട് വരെ റോഡ് ബ്ലോക്ക് തുടർന്നു. എന്റെ കേരളം സെമിനാർ. ഓട്ടോമേഷനപ്പുറം സാങ്കേതിക വിദ്യയിൽ AI അധിഷ്ഠിത നിയന്ത്രണ സംവിധാനങ്ങളുടെ ശക്തി MP കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. എന്റെ കേരളം പ്രദർശന വിപണന മേളയിലെ സ്റ്റാളുകൾ MP സന്ദർശിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ വിഷയം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനെ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകാൻ ശാസ്ത്രരംഗത്തുണ്ടാകിയ നേട്ടങ്ങൾ അത്ഭുതകരമാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചു. ഒരു നിമിഷം കൊണ്ട് നമ്മുടെ ഈ ലോകത്തെ മുഴുവൻ ചുട്ടരിക്കാൻ കഴിയുന്ന സാങ്കേതികവിദ്യ വളർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അമേരിക്കയിലാണെങ്കിലും വടക്കൻ കൊറിയയിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് എല്ലാ രാജ്യങ്ങളും ഉണ്ട്. നമ്മളും മോശക്കാരില്ല. അങ്ങനെ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ലോകത്തെ ചുട്ടരിക്കാൻ ഏതാനും തലകൾ വിചാരിച്ചാൽ കഴിയുന്ന സ്ഥിതിയാണ്. ഞാൻ എവിടെ വായിച്ചു, വടക്കൻ കൊറിയയെ അമേരിക്ക ആക്രമിക്കാതിരിക്കുന്നതിൻ്റെ കാരണം വടക്കൻ കൊറിയ ഇരിക്കുന്ന ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അമേരിക്ക പെട്ടെന്ന് തന്നെ ഇല്ലാതാകും. ആ പേടി കൊണ്ടാണ് വടക്കൻ കൊറിയയെ അമേരിക്ക ആക്രമിക്കാത്തതെന്ന് അടുത്ത ദിവസം ഒരു വായിക്കില്ല. അത്രയേറെ സാങ്കേതിക വിദ്യകളാണ് ഉയർന്നിരിക്കുന്നത്. അപ്പോഴും മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നില്ലെങ്കിൽ ഈ ശാസ്ത്ര സാങ്കേതിക നേട്ടം കൊണ്ട് എന്ത് പ്രയോജനം എന്നാണ് നമ്മുടെ സമൂഹം ചർച്ച ചെയ്യുന്നത്. അവിടെയാണ് നമ്മൾ ഊന്നൽ കൊടുക്കുക. മനുഷ്യ സമൂഹത്തിൻ്റെ മാറ്റത്തിൽ വളർച്ചയിൽ എത്ര കണ്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്താൻ കഴിയും. അപ്പോൾ ശാസ്ത്ര സാങ്കേതിക രംഗത്തിൻ്റെ നേട്ടം എന്ന് പറയുന്നത് മനുഷ്യ സമൂഹത്തിൻ്റെ നേട്ടമായിട്ട് മാറ്റാൻ കഴിയും. ശാസ്ത്ര സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയായി. അപ്പോൾ ആ ശാസ്ത്രം സാമൂഹ്യ മാറ്റത്തിന് എത്ര കണ്ട് ഉപയോഗപ്പെടുത്താൻ കഴിയും RI വരുമ്പോൾ എന്നുകൂടി നാം ചർച്ച ചെയ്യും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുമ്പോൾ അതിൻ്റെ പ്രയോജനം എത്ര കണ്ട് സമൂഹത്തിന് ഗുണം ചെയ്യുന്നതായി മാറും.
അപ്പോൾ ചിലരൊക്കെ പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആയുസ്സിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അത് മനുഷ്യനെ എങ്ങനെ പ്രതികൂലമായി ബാധിക്കും എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. മറ്റൊരിടവേള കൂടി. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വാർത്തകളിലേക്ക് വീണ്ടും. പുരുഷന്മാർക്കെതിരെ വ്യാജ പീഡന പരാതികൾ വർദ്ധിച്ചുവരുന്ന കാലഘട്ടത്തിൽ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് പുരുഷാവകാശ കമ്മീഷൻ എന്ന സംവിധാനം കാലഘട്ടത്തിന്റെ ആവശ്യമായി എന്ന് രാഹുൽ ഈശ്വർ. വനിതാ കമ്മീഷൻ, യുവജന കമ്മീഷൻ, ഇതുപോലെ പുരുഷാവകാശ കമ്മീഷൻ എന്ന ആശയം നടപ്പാക്കാൻ നിയമസഭയിൽ അവതരിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ. പുരുഷന്മാരുടെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി 3 വർഷമായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന രജിസ്ട്രേഡ് സംഘടനയാണ് മെൻസ് റൈറ്റ് ഫൗണ്ടേഷൻ. പുരുഷ കമ്മീഷൻ എന്ന ആശയം പ്രാവർത്തികമാക്കാൻ സംഘടിത പ്രവർത്തനങ്ങൾ ഇപ്പോൾ ചെയ്യുന്നു. ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ഒരുപോലെ എല്ലാവർക്കും ലഭിക്കണമെന്നാണ് ആവശ്യം. പുരുഷാവകാശ കമ്മീഷൻ നടപ്പിലാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാഹുൽ ഈശ്വർ, ജോയ് അറയ്ക്കൽ, മുകേഷ് നായർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഓപ്പറേഷൻ കാപ്പവേട്ട തുടരുന്നു. ഗുണ്ടകൾ അറസ്റ്റിൽ. കുപ്രസിദ്ധ ഗുണ്ടകളായ ഫാരിഷ്, അരുൺ പൂപ്പൻ, നിശാന്ത്, ജലീൽ എന്നിവരെ കാപ്പ ചുമത്തി. 2025 മാത്രം തൃശൂർ റൂറൽ ജില്ലയിൽ 36 പേരെ കാപ്പ പ്രകാരം ജയിലിലടച്ചു. 86 ഗുണ്ടകളെ കാപ്പ ചുമത്തി 48 പേർക്കെതിരെ നാടുകടത്തൽ നടപടികൾ സ്വീകരിച്ചു. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അരുൺ BK, സബ് ഇൻസ്പെക്ടർ രാജി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജിജോ, ഷിജിൽ എന്നിവർ കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പാക്കുന്നതിലും പ്രധാന പങ്കുവഹിച്ചു. ഓപ്പറേഷൻ കാപ്പ പ്രകാരം കൂടുതൽ ഗുണ്ടകൾക്കെതിരെ നടപടി സ്വീകരിച്ചു വരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ MO റോഡിലെ 4 നില കെട്ടിടത്തിന്റെ മേൽക്കൂര റോഡിൽ വീണു. റോഡിൽ വാഹനങ്ങളും ജനങ്ങളും ഇല്ലാതിരുന്നത് ദുരന്തം ഒഴിവാക്കി. കല്ലംപാറ കനാൽ പാലം നിർമ്മാണ ഉദ്ഘാടനം സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. കേരള കാർഷിക സർവകലാശാല ഫാം വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനം PMS സംസ്ഥാന പ്രസിഡന്റ് ശിവതി സുദർശൻ ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ പഞ്ചായത്ത് കുരിശുമൂല കല്യാണ മണ്ഡപത്തിൽ നടത്തിയ പരിപാടികൾ സ്ത്രീകൾക്ക് മെൻസ്ട്രൽ കപ്പ് വിതരണം നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.